എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു കൊഴുത്ത ചാറോടുകൂടിയുള്ള കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്ന ഒരു ട്രിക്കും സോഫ്റ്റ് പുട്ടുമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇന്നലെ 200 ഗ്രാം കറുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർക്കാനായിട്ടൊരു 150 ഗ്രാം ചെറിയ ഉള്ളിയും 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം പരുവത്തിലുള്ള സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ നമ്മൾ കൊഴുത്ത ചാറിന് വേണ്ടി നമ്മൾ കടല അരച്ച് ചേർക്കും. അതൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ടേസ്റ്റും ഒരു വ്യത്യസ്തമാണ്. ഞാനതൊന്നും ചെയ്ത് നോക്കിയായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ കൊഴുത്ത ചാറുകൂടി പണ്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് അത് മസാലകളൊക്കെ കൂടെ മൂപ്പിച്ച് ഒന്നിച്ചിട്ടായിരുന്നു നമ്മൾ കടല വേവിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി നമുക്ക് എണ്ണയൊക്കെ ആദ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്നു. ആ രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഈ ഉള്ളിയും ചെറിയ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുക്കറിലിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 5-6 വിസിലടുപ്പിച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളെടുത്ത് കറി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ ഉപ്പും, കൂടുതൽ ഉപ്പൊന്നും നമ്മൾ വാരി ആദ്യം തന്നെ ഇടരുത്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് പുട്ടിനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ആ പുട്ടിൻ്റെ അതിൻ്റെ പുട്ടുപൊടിയെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കാനാണ്, ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് അരിപ്പൊടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ അല്ലാത്ത കുടിയടകളിലൊക്കെ പുട്ടുപൊടി കൊടുക്കുന്നുണ്ട്, ഒരു വെള്ള കവറിനകത്ത് പച്ച അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള. അപ്പോൾ ആ പൊടി മേടിക്കുമ്പോൾ അത് പൊട്ടിക്കുമ്പോഴേ വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പം ഞാൻ സാധാരണ അരിപ്പൊടി വീട്ടിൽ കുതിർത്ത് പൊടിച്ചെടുത്താണ് പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങിക്കും. അപ്പോൾ അന്നേരം ഈ മണമാണ്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞ് നമുക്ക് എന്തായാലും കൂടുതൽ അരി ഓണത്തിന് പച്ചരി വാങ്ങിച്ച് അത് കുറച്ച് നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിപ്പിക്കാവുന്നു. അങ്ങനെ കഴുകി വെയിലത്ത് വെച്ച് പൊടിപ്പിച്ച് കഴിഞ്ഞപ്പം ഈ അരിപ്പൊടിക്ക് നമ്മുടെ ആ കടയിൽ നിന്ന് മേടിച്ച അതേ സ്മെല്ല് തന്നെ. അപ്പം ഞാൻ ആലോചിച്ചടാ, കടക്കാരുടെ കുഴപ്പമല്ലല്ലോ, നമ്മളോർത്തിനി അവർ വല്ല മായമൊക്കെ ചേർത്തിട്ടായിരിക്കും ഇങ്ങനെ സ്മെല്ലടിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ഓണം കഴിഞ്ഞ, പക്ഷെ നമ്മൾ പുട്ടുണ്ടാക്കിയാലും ഇടിയപ്പം ഉണ്ടാക്കിയാലൊന്നും ആ ഫീലില്ല. നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഈ പൊടി ഇരിക്കുന്നത്, നല്ല പരിവരാതെ നല്ല മയത്തോടെ നല്ല ഇതായിട്ടായിരിക്കും, ഫ്രഷായിട്ട്. പക്ഷേങ്കിൽ അപ്പം ഞാൻ ഓണം കഴിഞ്ഞപ്പോൾ ബാക്കി പൊടി ഞാനങ്ങ് വറുത്ത്, മണം മാറുമല്ലോ എന്നുണ്ട്. അപ്പം വറുത്ത് കഴിഞ്ഞപ്പോഴും ആ സ്മെല്ല് തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി കടക്കാരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. നമ്മൾ ഈ അരിയൊക്കെ പൊടിപ്പിക്കുമ്പോൾ നമ്മൾ കുതിർത്തല്ല, നമ്മൾ വെയിലത്തിട്ട് ഉണക്കരുത്. ഉണക്കിയാൽ അത് കൊള്ളത്തില്ല, അന്നേരം ഈ സ്മെല്ല് വരും. അപ്പോൾ ഉണക്കാതെ തന്നെ നമ്മൾ അരി അന്നേരം തന്നെ കോരിയെടുത്ത് കഴുകി ഒന്ന് തോർത്തുകയോ ചെയ്യാവുള്ളൂ. വെയിലത്തിട്ട് ഉണക്കരുത്. തോർത്തി കൊണ്ടുപോയി പൊടിപ്പിച്ച് ഒന്നുകിൽ മില്ലിൽ കാണും, വറക്കുന്ന സംവിധാനം കാണും, അവിടെ വറക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നോ വറുത്ത് സൂക്ഷിക്കണം. അല്ലാതെ നമ്മൾ ഇതേ രീതിയിൽ ഉണക്കി പൊടിപ്പിച്ചാൽ ഈ സ്മെല്ല് വരും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അപ്പോൾ അതൊന്ന് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുട്ടിൻ്റെ കഥ വീഡിയോയും കൂടെ ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്ത് ഞങ്ങൾക്ക് 1.5-2 പുട്ട് മതി. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കും. പാകത്തിന് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ മാവ്, പുട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു ട്രിക്കാണ് അത് കേട്ടോ. പുട്ട് സോഫ്റ്റ് ആകാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പുട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ടാവുകൊണ്ട് ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പൊടിക്കകത്ത് ഞാൻ തേങ്ങായും കൂടെ ചേർത്ത് നനച്ചതിന് ശേഷം നമ്മൾ മിക്സിക്കകത്ത് നിന്ന് ക്രഷ് ചെയ്താണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമ്മൾ എണ്ണ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഇതിനകത്ത് വറ്റലമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ആ സവാള 4ആയിട്ട് കീറി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് പണ്ടത്തെ നമ്മുടെ കടലയുടെ ടേസ്റ്റ്
നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടിയ ഫീല് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് അങ്ങ് വഴട്ടി മൂപ്പിച്ചെടുക്കണമേ. നന്നായിട്ട് മൂക്കണം. ഇതിനിടയ്ക്ക് ഞാൻ പിന്നാണ് വോയിസ് ഇടുന്നത്. ഇടയ്ക്ക് ഞാൻ പിന്നെ ഇഞ്ചിയും പിന്നെ പെരിഞ്ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. പെരിഞ്ജീരകവും ഇഞ്ചിയും ചേർപ്പോൾ അത് മൂത്തിട്ടുണ്ട്. നമ്മുടെ പെരിഞ്ജീരകവും ഇഞ്ചിയും നമ്മുടെ സവാളയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് എടുത്തത്. കാരണം അല്ലെങ്കിൽ ഇത് കരിയും. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങിടുകയാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ലതുപോലെ മൂത്തതിന് ശേഷം നല്ല മണമൊക്കെ വരുന്നു. മൂത്തതിന് ശേഷമേ നമ്മളിതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ തക്കാളിയുടെ വെള്ളത്തിൽ നമ്മളിതിൻ്റെ ഈ നമ്മളെ സവാളയുടെ തക്കാളി ഇട്ട് കൊടുത്ത് വഴറ്റിന് ശേഷം നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടാൽ മസാലപ്പൊടിയൊന്നും മൂക്കത്തില്ല, അപ്പോൾ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ മസാലപ്പൊടി മൂത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ വെള്ളവും കൂടെ ഇറങ്ങി നമ്മുടെ തക്കാളി മൂക്കുകയും ചെയ്യും. അപ്പോൾ മസാലപ്പൊടിയുടെ ടേസ്റ്റ് വ്യത്യാസവും വരുത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് മൂക്കണം, മൂത്ത് വേവണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് ഇടും. അപ്പോൾ ഇതെല്ലാം വെന്ത് വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം അതിനകത്ത് നന്നായിട്ട് വെന്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേ രീതിയിലാണ് കടല റെഡിയാക്കുന്നത്. എനിക്ക് ഏത് രീതി ചെയ്താലും പറ്റത്തില്ല, ഈ രീതി തന്നെ ചെയ്യണമെങ്കിലേ എനിക്കത് ഇഷ്ടമുള്ളൂ. നല്ല ടേസ്റ്റും ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ല എങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് വെന്ത് ചേർന്ന് നമ്മൾ ഈ കടല ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കടല ഉടഞ്ഞ് ഇറങ്ങുകയും ചെയ്യും. അപ്പം നമുക്ക് കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റിന് വ്യത്യാസവും വരില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കുകയാണ്. നല്ല കണ്ടില്ലേ, നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള നമ്മുടെ കടലക്കറി കണ്ടില്ലേ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കടലക്കറി തയ്യാറാക്കി നോക്കണം. നമ്മുടെ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദിയും ഉണ്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, നല്ല കൊഴുത്ത ചാറ് കണ്ട. ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും